ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പോകുന്ന ഒരു കൊട്ടാരത്തിലേക്കാണ്. മറ്റൊരിടത്തുമല്ല, കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരം. ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ജില്ലയിലെ തക്കലയിലാണെങ്കിലും ഇതിൻ്റെ പൂർണ്ണാവകാശം കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിനാണ്. ഈ കൊട്ടാരം പണിയിപ്പിച്ചത് 1600 ആണ്ടിലാണ്. പുരാതനമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഉറപ്പായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട കൊട്ടാരമാണിത്. ഇവിടുത്തെ ഓരോ നിർമ്മിതികൾക്കും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നേരിട്ട് കണ്ടുവന്ന് ആസ്വദിക്കേണ്ടതാണ്. ഈ കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങൾ മണിച്ചിത്ര ടൈം സിനിമയിൽ നമ്മൾ കണ്ടവരാണ് ഓരോരുത്തരും. ഈ കൊട്ടാരം നേരിട്ട് കാണുമ്പോൾ ഒത്തിരി നൂറ്റാണ്ടുകൾക്കും ഇങ്ങനെ പണിയിപ്പിക്കാൻ പറ്റുമെന്നൊരു അതിശയിച്ച് പോകും. ഇവിടുത്തെ സന്ദർശന സമയം വന്നിട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ. കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യാ ശൈലിയുടെ അത്യുദാഹരണമായ പത്മനാഭപുരം കൊട്ടാരം ഏകദേശം 6 ഏക്കറിലാണ് നിലകൊള്ളുന്നത് കേട്ടോ. ഈ 4 കെട്ടും 8 കെട്ടുകളും അടങ്ങുന്ന കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ പോയി കണ്ടില്ലെങ്കിൽ തീർത്തും നഷ്ടം തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരുത്തർക്കും. ഇന്നത്തെ അതിനൂതന വിദ്യകളോട് തീർത്തും കടപിടിക്കാവുന്ന രീതിയിലാണ് കൊട്ടാരം പണിയിപ്പിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും ബോധ്യമാവും. കെട്ടിടത്തിൻ്റെ ഭൂരിഭാഗവും ഇഷ്ടികയും കുമ്മായം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിലും കല്ലിലും നിർമ്മിച്ച ഈ കൊട്ടാരം കാലത്തിൻ്റെ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചു വന്നൊരു മികച്ച കലാസൃഷ്ടിയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പടിപ്പുരയും രാജകീയ ഹാളും മന്ത്രശാലയും തായ്ക്കൊട്ടാരവും തെക്കേ കൊട്ടാരവും നവരാത്രി മണ്ഡപവും ഊട്ടുപുരയും ആയുധപുരയും അടങ്ങുന്ന എല്ലാം കാണാൻ സാധിക്കും. ഈ കൊട്ടാരത്തിൽ പടിപ്പുരയും രാജകീയ ഹാളും മന്ത്രശാലയും തായ്ക്കൊട്ടാരവും തെക്കേ കൊട്ടാരവും നവരാത്രി മണ്ഡപവും വലിയ ഊട്ടുപുരയും ആയുധശേഖരവും എല്ലാം കാണാൻ സാധിക്കാവുന്നതാണ്. ഇവിടെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 40 കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കേണ്ട ഒരു പുരാതനമായ നിർമ്മിതിയാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത് കേട്ടോ.